ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് പുതിയ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാനും, അത് സെക്കൻഡ് പഠിച്ചത് ആദ്യം പഠിച്ചത് സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും. ഇത്ര ഗിവൺ സെയിൽസ് തന്നിട്ടുണ്ടാവും, ആ സെയിൽസിൽ നിന്ന് നമുക്ക് എത്ര പ്രോഫിറ്റ് കണ്ടുപിടിക്കാന്നുള്ള ഇക്വേഷൻ ആദ്യം പഠിച്ചു. സെക്കൻഡ് പഠിച്ചത് നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും, ആ അത്രയ്ക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര സെയിൽസ് ഉണ്ടാകണം, സെയിൽസ് നടത്തണം. അത് സെയിൽസിന് യൂണിറ്റിനുള്ള ഇക്വേഷൻ ഉണ്ട്, സെയിൽസ് വാല്യൂള്ള ഇക്വേഷൻ ഉണ്ട്. രണ്ട് നമ്മൾ പഠിച്ചു, രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിന് കൂടുതൽ പ്രോബ്ലംസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റത്തെ പ്രോബ്ലം. ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആൻഡ് സെയിൽസ് വാല്യൂ ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1,20,000. അപ്പോൾ എന്താണ്, പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കാണാനായിട്ട് സെയിൽസിന് യൂണിറ്റും കണ്ടുപിടിക്കണം, സെയിൽസിന് വാല്യൂവും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത് പഠിച്ച ഇക്വേഷൻ, പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പ്രോഫിറ്റ് 1,20,000 ഏൺ ചെയ്യണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് യൂണിറ്റ് ആണ് നമ്മൾ സെൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര റുപ്പീസിനാണ് നമ്മൾ സെയിൽസ് നടത്തേണ്ടതെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിന് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ SP per unit 40, VC per unit 3, variable selling cost per unit. അതിലൊരു വ്യത്യാസമുണ്ട്. വാരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് 3, വാരിയബിൾ മാനുഫാക്ചറിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് 22, ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് 1,60,000, ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റ് 20,000. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. അതായത് വാരിയബിൾ കോസ്റ്റ് 2 സ്പ്ലിറ്റപ്പ് ആയിട്ട് തന്നിരിക്കുന്നു, അത് രണ്ടും കൂടി കൂട്ടി എഴുതാം. അതുപോലെ ഫിക്സഡ് കോസ്റ്റിനും 2 സ്പ്ലിറ്റപ്പ് ആയിട്ട് തന്നിരിക്കുന്നു, അത് രണ്ടും കൂടി കൂട്ടി എഴുതിയാൽ മതി. അതായത് VC ഇരിക്കുന്നിടത്ത് നമ്മൾ എത്ര എടുക്കണം, 22 + 3 ആയ 25 എടുക്കുക. ഫിക്സഡ് കോസ്റ്റ് എടുക്കുന്നിടത്ത് നമ്മൾ 1,60,000 + 20,000 ആയ 1,80,000 എടുത്താൽ മതി. സ്പ്ലിറ്റ് ചെയ്ത് തന്നെങ്കിൽ നമ്മൾ നോക്കുക വേണ്ട, രണ്ടും എടുക്കണം. ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ പോരാ. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് വാരിയബിൾ കോസ്റ്റ് നമ്മൾ എടുക്കണം, മാനുഫാക്ചറിങ് വാരിയബിൾ കോസ്റ്റ് എടുക്കണം. ഫിക്സഡ് കോസ്റ്റ് പറയുമ്പോൾ ഫാക്ടറി ഓവർഹെഡ്സും എടുക്കണം, സെല്ലിംഗ് കോസ്റ്റും എടുക്കണം. അത്ര വ്യത്യാസം മാത്രമാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ആൻസറിലേക്ക് കടക്കാം. നമ്മളോട് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം സെയിൽസിന് യൂണിറ്റ് കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചു, വീണ്ടും എഴുതുക. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതിലെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, രണ്ടും കൂടി കൂട്ടിയ 1,80,000 പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ക്വസ്റ്റിൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് 1,20,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വേണം. അത് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് അടുത്ത സ്ലൈഡിൽ നിന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. എന്താണ് കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ? SP പെർ യൂണിറ്റ് മൈനസ്, ഒക്കെ പെർ യൂണിറ്റ് ഉള്ളത് തന്നേക്കണം, അപ്പോൾ കുഴപ്പമില്ല. SP പെർ യൂണിറ്റ് മൈനസ് VC പെർ യൂണിറ്റ്. SP പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 40 മൈനസ് VC പെർ യൂണിറ്റ് രണ്ടും കൂടി കൂട്ടിയത് 22ഉം 3ഉം കൂടി കൂട്ടിയ 25, ദാറ്റ് ഇസ് ഈക്വൽ ടു 50 നമുക്ക് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ഇക്വേഷനിൽ എഴുതി 1,80,000 പ്ലസ് 1 lakh, അതായത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 1,20,000 എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 15. അങ്ങനെ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും, 20,000 യൂണിറ്റ്സ് കിട്ടും. അതായത് 20,000 യൂണിറ്റ് വിറ്റാലാണ് നമുക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നത്, 1,20,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, സെയിൽസ് ഇൻ വാല്യൂ കണ്ടുപിടിക്കണം. അത് നമ്മൾ വേറെ വലിയൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിൽ എന്തുണ്ട്, സെയിൽസ് ഇൻ യൂണിറ്റ് ഉണ്ട്. നമ്മളുടെ കയ്യിൽ സെയിൽസ് ഇൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ സെയിൽസ് ഇൻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്, സെയിൽസ് ഇൻ വാല്യൂ ഈക്വൽ റിക്വയർഡ് സെയിൽസ് ഇൻ യൂണിറ്റ് ഇൻറ്റു SP പെർ യൂണിറ്റ്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച സെയിൽസ് ഇൻ യൂണിറ്റിനോട് കൂടി SP പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ എത്ര കണ്ടുപിടിച്ച 20,000 ഇൻറ്റു SP പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിലുണ്ട് 40. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 8 lakh റുപ്പീസ് കിട്ടും. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ 20,000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തുക, അല്ലെങ്കിൽ സെയിൽസ് നടത്തണം. അല്ലെങ്കിൽ നമ്മൾ 8 ലക്ഷം രൂപ വർത്തുള്ള സെയിൽസ് 8 ലക്ഷം രൂപ വരെ കച്ചവടം നടത്തിയാലാണ് നമുക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നത്, 1,20,000 റുപ്പീസ് പ്രോഫിറ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് പ്രോബ്ലം. ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തത്. അതിൽ ആ പ്രത്യേകത വാരിയബിൾ കോസ്റ്റിനും ഫിക്സഡ് കോസ്റ്റിനും സ്പ്ലിറ്റപ്പ് തന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കണ്ട, ജസ്റ്റ് അങ്ങനെ ആഡ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. ദിസ് ഇസ് ദ നെക്സ്റ്റ് പ്രോബ്ലം. ഞാൻ ആദ്യം പ്രോബ്ലം വായിക്കാം. പെർട്ടിക്കുലേഴ്സ് രണ്ട് പീരീഡിലത്തെ തന്നിരിക്കുന്നു, പീരീഡ് 1ലെയും പീരീഡ് 2ലെയും രണ്ട് പെർട്ടിക്കുലേഴ്സ് തന്നിരിക്കുന്നു. സെയിൽസും തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് PV റേഷ്യോ, ഫിക്സഡ് കോസ്റ്റ്, BEP, profit when sales are ₹2,50,000 and sales required to earn a profit of ₹45,000.
5 സംഭവങ്ങൾ കണ്ടുപിടിക്കണം. ഓരോന്നോരോന്നായിട്ട് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. ഇതുവരെ ഓരോന്നോരോന്ന് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാതും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണു? പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണു. അന്ന് നമ്മൾ പി വി റേഷ്യോ പഠിച്ചപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലാത്തവരൊന്നും മറച്ചു നോക്കുക. അന്ന് 2-3 ഇക്വേഷൻ പഠിച്ചതിൽ ഏറ്റവും ലാസ്റ്റത്തെ ഇക്വേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. 2 പീരീഡിലത്തെ തരുമ്പോൾ അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പീരീഡിലത്തെ തരുമ്പോൾ നമുക്ക് പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ആ ഇക്വേഷനെ നമുക്കിവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷനെ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ പി വി റേഷ്യോ ഇക്വേഷൻ എഴുതാം. പി വി റേഷ്യോ ഈക്വൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? പ്രോഫിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അത് നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ഒന്നും നോക്കണ്ട, ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് 20,000 ഉള്ളത് 40,000 ആയി. എത്രയാണ് ഡിഫറൻസ്? 20,000. അപ്പോൾ 40,000 മൈനസ് 20,000 ഡിവൈഡഡ് ബൈ ദെൻ ചേഞ്ച് ഇൻ സെയിൽസ് 3 lakh ഉണ്ട് 2 lakh ഉണ്ട്. അപ്പോൾ 3 lakh മൈനസ് 2 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 40 മൈനസ് 20,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. നമുക്ക് പി വി റേഷ്യോ എത്ര കിട്ടിയപ്പോൾ 20% നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. 5 ഒരെണ്ണം കണ്ടുപിടിച്ചു, പി വി റേഷ്യോ കണ്ടുപിടിച്ചു ഈ ഇക്വേഷൻ ഉപയോഗിച്ച്. ഓക്കെ, രണ്ടാമത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് ഉള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അങ്ങനെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വേറൊരു ഇതാണ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഫിക്സഡ് കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് കൂട്ടിയാലാണ് കോൺട്രിബ്യൂഷൻ. ആ ഇക്വേഷനിൽ നിന്ന് കിട്ടിയത് നമ്മൾ ആദ്യം സെയിൽസിൽ നിന്ന് വി സി കുറയ്ക്കും. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാറ്. അതിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇത്. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താവശ്യമുണ്ട്? നമ്മളൊരു ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് ഉണ്ട്, കോൺട്രിബ്യൂഷൻ നമ്മളുടെ കയ്യിലില്ല. പക്ഷെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ. പി വി റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. ദെൻ ഇവിടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 2 പീരീഡിലത്തെ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 പീരീഡായിട്ടാണ് വന്നേക്കുന്നത്. പീരീഡ് 1ഉം പീരീഡ് 2ഉം. നേരത്തെ നമ്മൾ പി വി റേഷ്യോ ഉപയോഗിച്ചപ്പോൾ ആ ഇക്വേഷൻ അങ്ങനെ ആയതുകൊണ്ട് 2 പീരീഡിലത്തെ എമൗണ്ടുകൾ ഫിഗേഴ്സ് നമ്മൾ യൂസ് ചെയ്തു. പക്ഷേ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പീരീഡ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം. കാരണം പീരീഡ് ഒന്നല്ലെങ്കിൽ പീരീഡ് 1ത്തെ ഫിഗേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ പീരീഡ് 2ത്തെ ഫിഗേഴ്സ് എടുക്കുക. ഏതെടുത്താലും സെയിം ആൻസർ തന്നെ കിട്ടുക. അപ്പോൾ രണ്ടും ഉപയോഗിച്ചാൽ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പീരീഡ് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ പീരീഡ് 1 എടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ പീരീഡ് 2 എടുത്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് എഴുതുക. കോൺട്രിബ്യൂഷൻ ഓഫ് പീരീഡ് 1, ഏതെങ്കിലും ഒരു പീരീഡിലത്തെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, പീരീഡ് 1ത്തെ കോൺട്രിബ്യൂഷൻ. ദെൻ പി വി റേഷ്യോ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ സാധാരണ കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? സെയിൽസ് മൈനസ് വി സി ആണ്. നമ്മുടെ കയ്യിൽ സെയിൽസ് ഉണ്ട്, പക്ഷേ വാരിയബിൾ കോസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ പി വി റേഷ്യോ ഇരിപ്പുണ്ട്. ആ പി വി റേഷ്യോ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അങ്ങനെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അവിടെ പി വി റേഷ്യോൻ്റെ താഴെ നിന്ന് എഴുതാൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 20% എഴുതി ഈക്വൽ. കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല, അപ്പം അങ്ങനെ തന്നെയാണ്. ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ്? പീരീഡ് 1ത്തെ സെയിൽസ് എടുക്കുക 2 lakh ഇൻറ്റു 100. അപ്പോൾ 20% നമുക്ക് എന്താ എഴുതാം? 0.2 എന്ന് എഴുതാം. ഇവിടെ 0.2 പോകുമ്പോൾ അവിടുത്തെ 100 പോയി. ദെൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ 2 lakh. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് എത്ര കിട്ടും? 2 lakh ഇൻറ്റു 0.2 ഇസ് ഈക്വൽ ടു 40%. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എന്തെന്ന് വരിക? നമ്മുടെ കോൺട്രിബ്യൂഷനിൽ ഏത് പീരീഡ് 1ത്തെ കോൺട്രിബ്യൂഷൻ നമുക്ക് എത്ര കിട്ടി? 40,000 കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ എത്തിയെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട്, സാധാരണ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ സെയിൽസ് മൈനസ് വി സി ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ വി സി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കണം വേറെ ഏതൊക്കെ ഇക്വേഷനിലാണ് കോൺട്രിബ്യൂഷൻ എന്ന ടേം വരണേന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പി വി റേഷ്യോ കണ്ടുപിടിച്ചത് കൊണ്ട് ആ പി വി റേഷ്യോയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അതിൽ കൊടുത്തപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 40,000 ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ,
നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ ഇക്വേഷനിൽ കൊടുക്കാം. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ എത്ര കണ്ടുപിടിച്ച് 40,000. 40,000 ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയില്ല, അപ്പോൾ അതവിടെ കിടന്നോട്ടെ, പ്ലസ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ ഏതിലത്തെ സെയിൽസ് ആണ് എടുത്തത്? പീരീഡ് 1ത്തെ സെയിൽസ് അല്ലേ എടുത്തത്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് പീരീഡ് 1ത്തെ തന്നെ പ്രോഫിറ്റ് എടുക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റുട്ടാം. അതായത് സെയിൽസ് നേരത്തെ പീരീഡ് 1ത്തെ എടുത്ത് ഇനി പീരീഡ് 2ത്തെ പ്രോഫിറ്റ് എടുത്താൽ നമ്മുടെ ആൻസർ തെറ്റി. അപ്പോൾ എടുക്കണമെങ്കിൽ എല്ലാതും ഒന്നിലത്തെ തന്നെ എടുക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ കോൺട്രിബ്യൂഷൻ പീരീഡ് 1ത്തെ കണ്ടെങ്കിൽ ഇനി ഉപയോഗിക്കുന്ന എല്ലാ ഇൻഫർമേഷനും ഏതിൽ തന്നെ എടുക്കണം? പീരീഡ് 1ൽ തന്നെ എടുക്കണം. നമ്മൾ പീരീഡ് 2 നോക്കാനേ പാടില്ല. അപ്പോൾ അവിടെ പീരീഡ് 1ത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 40,000 മൈനസ് 20,000 ഇസ് ഈക്വൽ ടു 20,000 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 20,000. ഓക്കെ. ദെൻ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? BEP കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അത് ഇൻ യൂണിറ്റ് ആണോ ഇൻ സെയിൽസ് വാല്യൂ ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഒന്നും പെർ യൂണിറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? സെയിൽസ് വാല്യൂ. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിൽ നമുക്ക് സെയിൽസ് വാല്യൂ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതി BEP ഇൻ സെയിൽസ് വാല്യൂ ഈക്വൽ, നമ്മുടെ PV റേഷ്യോ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അത് വരുന്ന ഇക്വേഷൻ എഴുതിയാൽ മതി, അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. തൊട്ട് മുമ്പ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു, എത്രയാണ്? 20,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ എത്രയാണ്? 20%, ദാറ്റ് ഈസ് 0.2. അപ്പോൾ നമുക്ക് BEP ഇൻ സെയിൽസ് വാല്യൂ എത്ര കിട്ടി? 1 lakh കിട്ടി. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. BEP ഇൻ സെയിൽസ് വാല്യൂ 1 lakh. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 2,50,000. നമുക്ക് 2,50,000 സെയിൽസിൽ നിന്നും എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന്. അപ്പോൾ സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ എഴുതാം. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ സെയിൽസ് എടുക്കുന്നത് ഏത് സെയിൽസ് ആണ്? ഈ ക്വസ്റ്റ്യനിലത്തെ എന്താണ് ക്വസ്റ്റ്യൻ? പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 2,50,000. 2,50,000 സെയിൽസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കുട്ടികൾ തെറ്റിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സെയിൽസ് എന്തൊന്നും എടുക്കും? നമ്മൾ നേരത്തെ പറഞ്ഞോളം തന്നെ പീരീഡ് 1ത്തെ സെയിൽസ് എടുക്കും. അപ്പോൾ ആൻസർ തെറ്റി. നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെ പ്രോഫിറ്റാണ്? 2,50,000 സെയിൽസ് ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട സെയിൽസ് പീരീഡ് 1ലെയോ പീരീഡ് 2ലെയോ സെയിൽസ് അല്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 2,50,000 ആണ് നമ്മൾ എടുക്കേണ്ടത്. എടുത്തു 2,50,000 ഇൻറ്റു PV റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിൻ്റെ 20% മൈനസ് ഫിക്സഡ് കോസ്റ്റും നമ്മൾ കണ്ടുപിടിച്ചിട്ട് 20,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30,000 കിട്ടും. അതായത് 2,50,000 റുപ്പീസിൻ്റെ സെയിൽസ് നടത്തിയാൽ നമുക്ക് എത്ര രൂപ ലാഭം ഉണ്ട്? അതിൽ 30,000 നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനും കഴിഞ്ഞു. And the last question is sales required to earn a profit of rupees 45,000. ഇന്നലെ രണ്ടാമത് പഠിച്ചത്. നമുക്ക് എത്ര രൂപ ലാഭം കിട്ടണം? 45,000 പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നമ്മൾ സെയിൽസ് നടത്തണം? അപ്പോൾ നമ്മൾ ഏതിന് ഉപയോഗിച്ചാൽ മതി? സെയിൽസ് ഇൻ വാല്യൂ തന്നെ കണ്ടുപിടിച്ചാൽ മതി, കാരണം പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഈ ഡീറ്റെയിൽസ് ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. PV റേഷ്യോയുള്ള ഇക്വേഷൻ എഴുതാം. സെയിൽസ് ഇൻ വാല്യൂ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അവിടെ ഫിക്സഡ് കോസ്റ്റ് 20,000 പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ്, ഇവിടെയും തെറ്റിക്കും. നേരത്തെ സെയിൽസ് പറഞ്ഞോണം തന്നെ പീരീഡ് 1ലെയോ പീരീഡ് 2ലെയോ പ്രോഫിറ്റ് അല്ല എഴുതേണ്ടത്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലുള്ളത് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 45,000. 45,000 റുപ്പീസ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ഞാൻ എത്ര സെയിൽസ് നടത്തണം എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡിസൈർഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 45,000 ആണ്. ഡിവൈഡഡ് ബൈ PV റേഷ്യോ 20%, ഇത് 0.2 ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3,25,000 നമുക്ക് ആൻസർ കിട്ടി. അതായത് 3,25,000 റുപ്പീസും സെയിൽസ് നടത്തിയാലാണ് നമുക്ക് എത്ര ലാഭം കിട്ടുന്നത്? 45,000 ലാഭം കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു. കുറച്ച് വലുതാണ്, പക്ഷേ എളുപ്പമാണ്. ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ടായാൽ നമുക്കിങ്ങനെ ഓരോന്നിൽ ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ കുറച്ചധികം ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഞാൻ അന്ന് ന്യൂമറിക്കൽ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു പേപ്പറോ ഒരു A4 പേപ്പർ എടുത്തിട്ട് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് മാത്രം എഴുതുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനും പറ്റും. എക്സാം സമയത്ത് പെട്ടെന്ന് നോക്കി ഇക്വേഷൻസ് മാത്രം ഒന്ന് ഓടിച്ചു നോക്കാനും പറ്റും. അപ്പോൾ ഒരു പേപ്പറിൽ ഇക്വേഷൻസ് മാത്രം ഇന്നത് PV റേഷ്യോ അതിൻ്റെ 4 ഇക്വേഷൻസ് എഴുതാം.
ദെൻ അത് കഴിഞ്ഞിട്ട് BEPയുടെ 3 ഇക്വേഷൻസ് പഠിച്ചത് അങ്ങനെ എഴുതാം. ദെൻ ഇന്നലെ പഠിച്ച 2 ഇക്വേഷൻസ് എഴുതാം. ഇനി 2-3 ഇക്വേഷൻസിനും കൂടി ഉള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് അത് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ചാപ്റ്റർ പഠിക്കാണ്ട് റേഷ്യോ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, അതിലും കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അതും എഴുതി വെക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങാന്ന് വെച്ചാൽ നമുക്ക് റേഷ്യോസ് മിസ്സാവാണ്ട് ഓരോന്നോരോന്ന് എഴുതി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അതേ പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. നേരത്തെ പീരീഡ് 1 പീരീഡ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തന്നിരിക്കുന്നത്. സെയിൽസും പ്രോഫിറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. നേരത്തെ കണ്ടുപിടിച്ച അതേ സംഭവങ്ങൾ തന്നെ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കണം. PV റേഷ്യോ കണ്ടുപിടിക്കണം, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം, BEP കണ്ടുപിടിക്കണം. ദെൻ പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹1,70,000. ദെൻ സെയിൽസ് റിക്വയർഡ് ടു വെൻ എ പ്രോഫിറ്റ് ഓഫ് ₹28,000. എല്ലാം സെയിം തന്നെ, ഫിഗേഴ്സ് മാത്രം വ്യത്യാസം. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? PV റേഷ്യോ കണ്ടുപിടിക്കണം. നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ എഴുതാം. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് നിങ്ങൾ നെഗറ്റീവ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഡിഫറൻസ് മാത്രം എഴുതിയാൽ മതി. 25ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 10 ഡിവൈഡഡ് ബൈ 2,00,000ഉം 1,50,000 തമ്മിലുള്ള വ്യത്യാസം 50,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? PV റേഷ്യോ 20% കിട്ടും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ PV റേഷ്യോ ഈസ് ഈക്വൽ ടു 20%. ഇനി നേരത്തെ പറഞ്ഞോളാം, നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് വരുന്ന ഇക്വേഷൻ എഴുതാം. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നേരത്തെ പറഞ്ഞോളാം, ഏതെങ്കിലും ഒരു ഇയർ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയർ ഏതെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തത് ഫസ്റ്റ് ഇയർ ആണ്. അതിൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സെയിൽസ് മൈനസ് ബേസിക്കലി VC ഇല്ല. അപ്പോൾ നമ്മൾ PV റേഷ്യോ ഇക്വേഷൻ എഴുതി. PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. PV റേഷ്യോ എത്ര കണ്ടുപിടിച്ചു നേരത്തെ? 20%. 20% ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ അറിയില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ ഇട്ടു. ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇയറിലത്തെ സെയിൽസ് എത്രയാണ്? കൃത്യമായിട്ട് എടുത്തോളാം. സെക്കൻഡ് ഇയറിലത്തെ അല്ല എടുക്കേണ്ടത്, ഫസ്റ്റ് ഇയറിലത്തെ 1,50,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ 1,50,000 ഇൻറ്റു 0.2 ഈസ് ഈക്വൽ ടു 30,000 നമ്മുടെ കോൺട്രിബ്യൂഷനായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ എടുക്കണമെന്നില്ല. ഇപ്പോൾ സെക്കൻഡ് ഇയറിലത്തെ ആണെങ്കിൽ നമ്മൾ എന്ത് വ്യത്യാസം വരും? 20% ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ 1,50,000 പകരം സെക്കൻഡ് ഇയറിലത്തെ കോൺട്രിബ്യൂഷനായ 20,000 എടുക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാത്തിലും മാറ്റം വരും കേട്ടോ. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നെ എല്ലായിടത്തും ആ PV റേഷ്യോ വെച്ച് കോൺട്രിബ്യൂഷൻ വെച്ച് ചെയ്തോളൂ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഇയർ എടുക്കുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 30,000 കിട്ടി. ഇനി നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനിൽ കൊടുക്കുക. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ എത്ര കണ്ടുപിടിച്ചു? 30,000 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഇയറിലത്തെ തന്നെ പ്രോഫിറ്റ് എടുക്കുക. സെക്കൻഡ് ഇയറിലത്തെ എടുക്കാൻ പാടില്ല. ഫസ്റ്റ് ഇയറിലത്തെ പ്രോഫിറ്റ് എത്രയാണ്? 15,000. നേരത്തെ സെക്കൻഡ് ഇയറിലത്തെ സെയിൽസ് എടുത്തവർക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇയറിലത്തെ പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് 30,000 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 15,000 കിട്ടി. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് 30,000 മൈനസ് 15,000 നമുക്ക് 15,000 കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആൻസറും നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അടുത്ത് എന്താണ്? BEP കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണോ. നമുക്ക് ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, അതിനുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാം. നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് 15,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ 20%. നമുക്ക് 0.2 ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 75,000 നമുക്ക് BEP ഇൻ സെയിൽസ് വാല്യൂ കിട്ടും. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 75,000. ഇനി അടുത്തത് എന്താ ക്വസ്റ്റ്യൻ? പ്രോഫിറ്റ് വെൻ ദ സെയിൽസ് ആർ ₹1,70,000. നമുക്ക് 1,70,000 റുപ്പീസിൻ്റെ സെയിൽസ് ഉണ്ടാക്കിയാൽ, സെയിൽസ് നടത്തിയാൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും? ഇക്വേഷൻ എഴുതുക. സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതുക. സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഏത് സെയിൽസ് എടുക്കണം? ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ 11 സെയിൽസ് ആർ ₹1,70,000. അപ്പോൾ എടുക്കേണ്ട സെയിൽസ് 1,70,000 ഇൻറ്റു PV റേഷ്യോ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 20% മൈനസ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 15,000. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 19,000 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് നമുക്കപ്പോൾ 1,70,000 റുപ്പീസിൻ്റെ സെയിൽസ് നടത്തിയാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 19,000 ആണ്. അപ്പോൾ അത് ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ 19,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ലാസ്റ്റ് വൺ ആണ് ഫിഫ്ത്ത് വൺ. എന്താണ് ക്വസ്റ്റ്യൻ? സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹28,000. നമ്മൾ 28,000 പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര രൂപയുടെ സെയിൽസ് നടത്തണം? ഇനി യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഇൻ വാല്യൂ തന്നെ കണ്ടുപിടിക്കുക. ഇക്വേഷൻ എഴുതി. PV റേഷ്യോ വരുന്ന ഇക്വേഷൻ തന്നെ എഴുതുക. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ്. ഏത് പ്രോഫിറ്റ് എടുക്കേണ്ടത്?
ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലല്ല, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹28,000. ആ 28,000 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 15,000 പ്ലസ് 28,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ 20%. ഇപ്പോൾ 0.2 ആയിട്ട് ഇട്ടു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മുടെ സെയിൽസ് 2,15,000 കിട്ടും. അതായത് നമുക്ക് 28,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്ര രൂപയുടെ സെയിൽസ് നടത്തണം? 2,15,000 സെയിൽസ് നടത്തണം. അപ്പോൾ എത്രയൊക്കെയാണ് നമ്മൾ 5 എണ്ണത്തിൻ്റെയും ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ 2 ക്വസ്റ്റ്യനും ഒരുപോലെ തന്നെയാണ്, ഫിഗേഴ്സ് മാത്രം വ്യത്യാസം. ആ ഒരു ഓർഡറിൽ ചെയ്താൽ തെറ്റിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അതുപോലത്തെ തന്നെ വേറൊരു പ്രോബ്ലം, സെയിൽസും പ്രോഫിറ്റും 2 പീരീഡിൽ തന്നിരിക്കുന്നു. PV റേഷ്യോ കാണണം, ഫിക്സഡ് കോസ്റ്റ് കാണണം, BEP കാണണം. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹5,50,000 ആൻഡ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1 lakh. സെയിം പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് നാളെ നമുക്ക് ചെയ്യാം. അതിൻ്റെ ആൻസർ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.